ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റിതേഷിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് റിതേഷ്. ഇപ്പോൾ 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടതാണ്. അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. അതീവ സുന്ദരിയാണ്. വിവാഹാലോചനയൊക്കെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനതെല്ലാം തട്ടി മാറ്റി. കാര്യം ഈ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവളാണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഭയങ്കര ജാടയും പത്രാസും ഒക്കെയാണ്. ഞാനാണെങ്കിൽ കുറേ സമയം അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകെ നടന്നൊക്കെ നോക്കി. പക്ഷേ അവൾ വീണില്ല. എങ്കിലും ഞാനൊരു ദിവസം അവളുടെ പുറകെ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് മുഖത്തടിച്ച പോലെ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും അല്ല ഇഷ്ടം. എൻ്റെ മനസ്സിൽ ഒരു പുരുഷ സങ്കല്പമുണ്ട്. അങ്ങനെയുള്ള ആളെയാണ് എനിക്കിഷ്ടം. അല്ലാതെ തന്നെ കണ്ടിട്ട് എനിക്കിഷ്ടമൊന്നും തോന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ പുറകെ നടന്നു. മാഡം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു മാമി എന്നെ കാണാൻ വേണ്ടി ഓഫീസിൽ വന്നത്. ഫിനാൻഷ്യലി ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. ആ സമയത്ത് മാമി വന്നു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴുണ്ട് മാഡം, ഇവളും അവിടെ നിൽപ്പുണ്ട്. മാമി ഓടി ചെന്നിട്ട്, മോളെ, എടി ആരി, നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എൻ്റെ കുഞ്ഞ് നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടുകൂടി സംസാരിച്ചു. അവളാണെങ്കിൽ മാമിയെ കെട്ടിപ്പിടിക്കുന്നു. ഭയങ്കര വാത്സല്യ പ്രകടനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴാണ് എനിക്ക് മനസ്സിനൊരു കുളിർമ വന്നത്. ഇവളെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എന്തായാലും അവർ രണ്ടുപേരും സംസാരിക്കുന്നത് വരെ ഞാൻ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് മാമിയെ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടു. ആ സമയത്ത് ഞാൻ മാമിയോട് പറഞ്ഞു, മാമി, ആ പെൺകുട്ടിയെ അറിയുമെന്ന്. എടാ, അവൾ എൻ്റെ അച്ഛൻ്റെ ചാർച്ചയിലുള്ളൊരു പെണ്ണാണ്. ഞങ്ങൾ ബന്ധുക്കാരാണ്. ആഹാ, എന്നിട്ട് ഞാനവിടെ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ. ആ, അതെങ്ങനെയാണ്? നിൻ്റെ മാമനില്ലേ അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ്. അങ്ങേർക്ക് ബന്ധുക്കളോട് യാതൊരു താല്പര്യമില്ല. എന്തായാലും ഞാനാണ് ഇവരുടെ വീട്ടിൽ പോകുകയൊക്കെ ചെയ്യാറുണ്ട്. അവരിങ്ങോട്ട് അധികം വരാറില്ല. അതുകൊണ്ടാണ് നീ കാണാത്തത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. എന്നിട്ട് മാമി ഒത്തിരി നാളായാലും കണ്ടിട്ടെന്നാണല്ലോ പറഞ്ഞത്. എടാ, അവളുടെ അമ്മ വീടില്ലേ, ദേ ഇവിടുന്ന് അപ്പുറത്ത് മാറിയിട്ടാണ്. അവൾ ഇവിടെയാണ് ജോലിക്ക് വരാൻ സൗകര്യത്തിൽ നിൽക്കുന്നത്. അങ്ങോട്ട് വരുന്ന ചുരുക്കമാണ്. അവളുടെ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, എന്താണ് നീ അവളെപ്പറ്റി ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്? നിനക്കിഷ്ടമായെന്ന്. ഞാൻ പറഞ്ഞു, മാമി, ഞാൻ തുറന്നു പറയാം. ഞാൻ അവിടെ പുറകെ നടന്നു. ഒരു ദിവസം ഇഷ്ടവും പറഞ്ഞു. പക്ഷേ മുഖത്തടിച്ച പോലെ എന്നോട് പറഞ്ഞു, തന്നെ പോലുള്ള ഒരുത്തിനെ അല്ല ഇഷ്ടമെന്ന്. എനിക്കാണെങ്കിൽ അവളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. ഛീ, നിനക്ക് നാണമില്ലേടാ? കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണെ കണ്ടപ്പോൾ ഉടനെ തന്നെ പുറകെ പോയി. ജീവിക്കാൻ വേറെ ആരും വേണ്ടാതാനും. അവൾ ഒരു കാര്യം നീ മനസ്സിലാക്കുക, അവരുടെ വീട്ടിലെ ഒറ്റ മോളാണ്. ഭയങ്കര താന്തോന്നിയാണ് ആ പെണ്ണ്. അവൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലാണ് വളർത്തുന്നത്. ഇപ്പോൾ വീട്ടുകാർ അവളെ വീട്ടിലോട്ട് വിളിച്ചാൽ തന്നെയില്ലേ, അവൾക്ക് തോന്നുമ്പോൾ മാത്രമേ അവൾ വരികയുള്ളൂ. അങ്ങനെയാണ്. ഒറ്റൊരു മോളായതുകൊണ്ട് ഇപ്പോൾ അവളെ കടിഞ്ഞാട്ട് നിർത്താനൊന്നും പറ്റില്ല. അത്രയ്ക്കും അഹങ്കാരം തോന്നിയാസവും ആ പെണ്ണിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത്രയ്ക്കും മോശ സ്വഭാവമാണ് മാമി. എടാ, മറ്റു രീതി മോശമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ അടിമയായിരിക്കും. നിനക്കിഷ്ടമുള്ള ഒരു കാര്യങ്ങളും അവൾ സാധിച്ചു തരില്ല. പക്ഷേ അവൾക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നീ സാധിക്കേണ്ടി വരും. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് പാചകം വരെ നീ ചെയ്ത് കൊടുക്കേണ്ടി വരും. തുണി നനച്ച് കൊടുക്കേണ്ടി വരും. നിനക്ക് പറ്റുമോ? കാര്യം അവൾ ഇതൊന്നും ചെയ്യില്ല. അവൾ ആരെയും കൂസുന്ന ടൈപ്പല്ല. അങ്ങനെ പെണ്ണുങ്ങളുണ്ടാവും മാമി. പിന്നെ ഉണ്ടാകാമല്ലോ. അമ്മനെയും ആശാനെയും ആരാനെയും ഒന്നും വകവെക്കാത്ത പെണ്ണുങ്ങളുണ്ട്. എന്തായാലും അവളുടെ അടുത്ത് നിൻ്റെ വിധി നടക്കുമെന്നറിയില്ല മാമി. എനിക്ക് പക്ഷെ ഒത്തിരി ഇഷ്ടമാണ്. എടാ, വേണമെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പറഞ്ഞ് സംസാരിച്ച് നോക്കാം. പക്ഷേ ഈ പെണ്ണിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ അമ്മയുമായിട്ട് ഞാൻ ഒരു ദിവസം സംസാരിച്ചതാണ്. കല്യാണപ്രായമായല്ലോ, അവർ പറഞ്ഞതാണ് ഒരു ചെക്കനെ നോക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അവൾ പറഞ്ഞത് അനുസരിക്കുന്ന ചെക്കനായിരിക്കണം. അതുമാത്രമല്ല, അവൾ ഒരിക്കലും ചെക്കൻ്റെ വീട്ടിൽ താമസിക്കില്ല. കാര്യം മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പാനോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനോ അവൾക്ക് പറ്റില്ല. അവളെ കല്യാണം കഴിക്കുന്നവൻ ഒരു ഫ്ലാറ്റോ മറ്റോ എടുത്ത് സിറ്റിയിൽ താമസിക്കണം. അതാണ് അവളുടെ ലക്ഷ്യം. ഒരു ദിവസം പോലും അവൾ മറ്റൊരു വീട്ടിൽ നിൽക്കില്ലത്രേ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇത്രയും നിബന്ധനയുള്ളൊരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാണ്? ഉള്ളതാണോ മാമി? അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കള്ളം പറയുമോ? എനിക്ക് നീ അവളെ കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ മാമി? എന്നാൽ എനിക്ക് അവളെ ഇഷ്ടമാണ്. എടാ ചെക്ക, ഞാൻ ഒരു കാര്യം പറയാം. ഈ പെണ്ണിൻ്റെ വാക്കും വർത്താനമൊന്നും നിൻ്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിൻ്റെ അമ്മയൊക്കെ വേണമെങ്കിൽ ഈ പെണ്ണുമായിട്ട് ആദ്യം തന്നെ കൊമ്പ് കോർക്കും. അതുകൊണ്ട് നിനക്കത് വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാമി, എനിക്കിഷ്ടമാണെന്ന്. കാര്യം എനിക്ക് അത്രയും സിരകളിൽ പിടിച്ചിരിക്കുകയായിരുന്നു ആ സുന്ദരി. സൗന്ദര്യമേ ഉള്ളൂ, അവൾ വലിയൊരു പ്രശ്നക്കാരിയാണെന്ന് എൻ്റെ മാമി 100 വട്ടം പറഞ്ഞതാണ്.
പക്ഷേ എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ മാഡം, അത്രയും സുന്ദരിയല്ലേ. ഒരു സൗന്ദര്യധാമത്തിനെ വിട്ടുകളയാൻ മാത്രം ഒരു മണ്ടനല്ല ഞാൻ. അങ്ങനെ ഞാൻ പലപ്പോഴും മാമിയുടെ മേൽ പ്രഷർ ചെലുത്തി. അങ്ങനെ മാമി അവരുടെ വീട്ടിൽ അവതരിപ്പിച്ചു. പിന്നീട് മാമി തന്നെ അവളെ കണ്ട് സംസാരിച്ചു. മോളെ, നീ പറയുന്ന പോലെയൊക്കെ അവൻ അനുസരിക്കുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അവൾ പറഞ്ഞത് എല്ലാം അനുസരിക്കാൻ തയ്യാറായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല മാഡം, അത്രയ്ക്കും ഇഷ്ടമാണ് അവളെ. അങ്ങനെ അവൾ ആദ്യമായിട്ട് വന്നതിനോട് സമാധാനപരമായിട്ട് സംസാരിച്ചു. എന്നിട്ട് അവളുടെ നിബന്ധനകൾ പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് അവളെ താമസിപ്പിക്കണം. ആദ്യത്തെ ഒരു ദിവസം വേണമെങ്കിൽ വീട്ടിൽ കെട്ടിക്കയറാം, അതല്ലാതെ ഒറ്റ ദിവസം പോലും വീട്ടിൽ നിൽക്കില്ല. പിന്നെ പാചകം ചെയ്യാൻ അറിയില്ല, അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ജോലിക്കാരെ വെക്കണം. എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും അവൾ വരുമ്പോൾ വെച്ച് വിളമ്പി കൊടുക്കില്ല. അതൊന്നും അവൾക്ക് ഇഷ്ടവുമല്ല. പിന്നെ കുട്ടികളൊന്നും ഒരു 8 വർഷത്തേക്ക് വേണ്ട. ഇങ്ങനെയൊക്കെയാണ് അവൾ പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തല പെരുത്തു. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവളുടെ മനസ്സ് മാറുമല്ലോ എന്നുദ്ദേശിച്ച് ഞാൻ ഇതിനെല്ലാം തലയാട്ടി സമ്മതിച്ചു. വീട്ടുകാരെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. കാര്യം അവൾക്ക് ജോലിക്ക് പോയിട്ട് വരാനുള്ള എളുപ്പത്തിനാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് മാറുന്നത്. പിന്നെ ഫ്ലാറ്റ് എടുക്കുന്നതും ഒക്കെ ജോലിയുടെ സൗകര്യത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ അതെല്ലാം മറച്ചു മാഡം. മാമിക്ക് മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. മാമി എന്നോട് പറഞ്ഞു, മോനെ, മധുരക്കിഴങ്ങ് കാണുമ്പോൾ വാരി മാന്തി എടുത്ത് കടിച്ച് തിന്നണം തോന്നും. പച്ചയ്ക്ക് തിന്ന് കഴിയുമ്പോൾ നല്ല സുഖമായിരിക്കാം, പക്ഷേ ഇത്തിരി അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതെന്താ മധുരക്കിഴങ്ങ് ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം? അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് മാമി എന്നെ ഓരോന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവളെ വെറുതെ വിടാൻ പറ്റുമോ മാഡം? അങ്ങനെ ഞാൻ കല്യാണം കഴിച്ച് ആദ്യ ദിവസം വീട്ടിലായിരുന്നു. അവൾ പറഞ്ഞു, ഈ വീട്ടിൽ വെച്ച് എൻ്റെ ദേഹത്ത് തൊടരുത്, എനിക്കിഷ്ടമല്ല റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്നത്, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള സിറ്റുവേഷനിലായിരിക്കണമെന്ന്. അതിനു മുമ്പേ തന്നെ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് ഞാനെല്ലാം റെഡിയാക്കിയിട്ടിരുന്നു, സർവ്വസന്നാഹവുമായിട്ട്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ ദിവസം അവൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ഇന്ന് താല്പര്യമില്ല, നാളെ മതിയെന്ന്. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് മാഡം അവൾ എന്നെ ഒന്നടുത്തിരിക്കാൻ പോലും അനുവദിച്ചത്. ആ 2 ദിവസങ്ങളിലും ആദ്യത്തെ 2 ദിവസങ്ങൾ അവൾ കൂർക്ക വലിച്ചുറങ്ങുകയായിരുന്നു. അവളോട് ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും, നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് എന്നെ കല്യാണം കഴിച്ചത്? ഞാൻ പറഞ്ഞത് കേൾക്കാനല്ലേ, മര്യാദയ്ക്ക് നടന്നു എന്നൊക്കെ പറയും മാഡം. ഒരു അധികാരത്തിൻ്റെ ശബ്ദമായിരുന്നു അവിടെ. എനിക്ക് മനസ്സിലായി അവൾ അവിടെ ആണും ഞാൻ ഇവിടെ പെണ്ണുമാണെന്ന്. ഞാൻ അടങ്ങി ഒതുങ്ങി നടന്നെങ്കിൽ മാത്രമേ എനിക്ക് അവളുടെ സാമീപ്യം കിട്ടൂ എന്ന് മനസ്സിലാക്കി ഞാൻ അടങ്ങി മാഡം. അത്രയ്ക്കും എനിക്കിഷ്ടമായിരുന്നു. അവൾ അനുവദിച്ച ദിവസം ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിന്നോണം, ഞാൻ നോ എന്ന് പറയുന്ന ദിവസം ഒന്നുമില്ല. അന്ന് നിങ്ങൾ ചിലപ്പോൾ റോക്കറ്റിൽ അഭയം പ്രാപിക്കേണ്ടി വരും. ഞാൻ എസ് എന്ന് പറയുന്ന ദിവസം മാത്രമാണ് നിങ്ങൾക്ക് അകത്തേക്ക് കടന്നു വരാനുള്ള അവസരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉവ്വെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ബോസാണെന്ന് വിചാരിച്ചോണം, ഞാനാണ് ബോസ്, നീ എൻ്റെ തൊഴിലാളി മാത്രമായിരിക്കും, തൊഴിലെടുക്കണം നീ എന്ന് പറഞ്ഞു. എന്നെ ചേട്ടാ എന്ന് വിളിക്കണമെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ചേട്ടാന്നും മറ്റൊന്നും ഞാൻ വിളിക്കില്ല, എനിക്ക് നീയെന്നും എടാന്നും മാത്രമേ വിളിക്കുകയുള്ളൂ. ചിലപ്പോൾ പുറത്താളുകൾ കേൾക്കെ ഞാൻ പേര് വിളിക്കും, അതല്ലാതെ വേറൊരു ദയാദാക്ഷിണ്യവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു മാഡം. അങ്ങനെ ഞാനിതെല്ലാം തലയാട്ടി സമ്മതിച്ചു. അവൾ തന്നെയാണ് കവാടങ്ങൾ ഓരോന്നായി തുറന്നു തന്നത്. അപ്പോഴെനിക്ക് വല്ലാത്ത മാനസിക സംതൃപ്തിയായിരുന്നു മാഡം. ഇനിയും ഇതിൽ കൂടുതൽ ഒന്നും കിട്ടാനില്ലെന്ന് തോന്നി. അവൾ എന്നോട് ഓരോ നിർദ്ദേശങ്ങൾ പറയും. ചിലയിടത്ത് അവൾ ചില മെയിൻ്റനൻസ് വർക്കുകൾ പറയും, അപ്പോൾ അങ്ങനെ ചെയ്യും. ചിലയിടത്ത് ഞാൻ സ്ലോ ആകണം, ചിലയിടത്ത് വേഗം പോകണം, ചിലയിടത്ത് ഞാൻ ലാടനകൾ കൊണ്ട് മൂടണം. അങ്ങനെ അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഞാൻ അനുസരിക്കണം. പിന്നെ ചില സമയത്തില്ലേ അവൾ താണ്ഡവമാടും, ആ സമയത്ത് എനിക്ക് ശ്വാസം പോലും കിട്ടില്ല. അങ്ങനെയുള്ള ചില വിദ്യകളൊക്കെ അവളുടെ കയ്യിലുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ അടിമയാക്കി ചവിട്ടിത്താഴ്ത്തി നൃത്തമാടുകയായിരുന്നു. ആദ്യം ഇത്തിരി വിഷമം തോന്നിയെങ്കിലും അവളെന്ന് പറയുന്ന സൗന്ദര്യധാമത്തെ എനിക്കടുത്ത് കിട്ടിയല്ലോ എന്നോർത്ത് ഞാനത് പിന്നീട് ശീലമാക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അടിമയായി ഞാൻ മാറുകയായിരുന്നു. കഥകളിലൊക്കെ അടിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതിലും വിചിത്രമായിരുന്നു എൻ്റെ അടിമ ജീവിതം. ചില സമയത്ത് അവൾ മുറുക്കെ ഇറുക്കി
വേദനിപ്പിക്കും. ഞാൻ ചോദിക്കുമ്പോൾ അവൾ പറയും അതൊക്കെ ഒരു രസമാണ്, തമാശയാണ്, മണി അടിക്കുകയാണെന്നൊക്കെ പറയും മാഡം. ഞാൻ പറയും അത് പിന്നെ ആവശ്യമുള്ളതാണ്, ശ്രദ്ധിക്കണം, പ്രശ്നമാകുമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും കരുത്തുറ്റ ആണുങ്ങൾക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല, അവർക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങളും സഹിക്കാൻ പറ്റും. താനിങ്ങനെ കരുത്തിനില്ലാതെ ഒരു മണ്ടനായതുകൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം വന്നത്. ഒരു ദിവസം ഞാൻ അറിയാതെ ചോദിച്ചു നിനക്ക് മുൻപേ വല്ല എക്സ്പീരിയൻസും ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ടെങ്കിൽ തനിക്കെന്താ, ഇല്ലെങ്കിൽ തനിക്കെന്താ, തനിക്ക് തൻ്റെ കാര്യം നോക്കി ജീവിക്കരുതോ എന്ന് ചോദിച്ചു. അതോടുകൂടി എനിക്ക് മനസ്സിലായി അവളുടെ അടുത്ത് എനിക്ക് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പറ്റില്ലെന്ന്. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ദിവസങ്ങളിൽ എനിക്കവൾ പ്രത്യേക ശിക്ഷകളൊക്കെ വിധിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഞാനൊന്ന് തളർന്നു പോയാലും എനിക്ക് പ്രവൃത്തികൾ തുടർന്ന് ചെയ്യേണ്ടി വരും മാഡം. അങ്ങനെയായിരുന്നു. എങ്കിലും അവൾ എൻ്റെ മാത്രം സ്വന്തമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസമാണ്. ചില ദിവസം അവൾക്ക് അങ്ങ് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ അവളെന്നെ ഉറക്കില്ല. അവളോട് പറയും ഇന്ന് നേരം വെളുക്കുന്നത് വരെ നിങ്ങൾക്ക് ടാസ്ക് ഉണ്ടെന്ന് പറയും. അവൾ ആ ടാസ്കിലെല്ലാം എന്നെ പങ്കെടുപ്പിക്കും. ഒരിക്കലും തളരാത്ത ഒരു പെണ്ണിനെ ഞാൻ സിനിമകളിലോ അല്ലെങ്കിൽ വീഡിയോകളിലോ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുരുഷന്മാരെക്കാളൊക്കെ എത്രയോ ഊർജം കൂടിയ ഇൻട്രസ്റ്റ് കൂടിയ പെണ്ണുങ്ങളുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഒരേ സമയം എനിക്കൊരു അതിശയവും അതേപോലെ തന്നെ പേടി സ്വപ്നവുമായിരുന്നു. കാര്യം അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നമാകും, പക്ഷേ അനുസരിച്ചാലോ അവൾ ഒരിക്കലും നിലയ്ക്കാത്ത ചിനയ്ക്കുന്നൊരു കുതിരയായി തുള്ളിത്തുളുമ്പുന്ന ഒരു മഹാപർവ്വതമാണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ അളക്കാൻ ആർക്കും പറ്റില്ല. അവളെ അളന്നാലും അവൾ ഒരിക്കലും അടങ്ങില്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നീട് അവളുമായി അഡ്ജസ്റ്റ് ചെയ്ത് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അവൾക്ക് ഏത് നേരത്തും ഈ വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷേ പുരുഷന്മാർക്ക് ഒരു 5-6-7-8 മാസം നല്ല രീതിയിൽ ഇഷ്ടം കാണും. അത് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് കുറയില്ല മാഡം. ഇത് പക്ഷേ എനിക്കങ്ങനെ കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് നിന്നോണം, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും റെഡി ആയിരിക്കണം. ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും ഒരു ഉയർച്ചയോ താഴ്ചയോ കൂടുകയോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുന്ന പറയും. ആ ശിക്ഷയൊക്കെ ഞാൻ ഏറ്റുവാങ്ങുകയും ചെയ്തു മാഡം. സത്യം പറയാം, ഒരു 10 മാസം വരെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അടിമയാകാനും താല്പര്യമായിരുന്നു. വലിയ പ്രശ്നങ്ങളും തോന്നിയില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഡൗൺ ആകാൻ തുടങ്ങി. ഇത് ശരിയാകില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. എതിർക്കാൻ ശ്രമിച്ചാലൊന്നും അവളുടെ അടുത്ത് നടക്കില്ല. ഞാൻ പതുക്കെ പിൻവലിയാൻ തുടങ്ങി. അതുമാത്രമല്ല എന്നെക്കൊണ്ട് ശ്രമിച്ചാലും പലപ്പോഴും ഒരു ഉയർപ്പ് സാധ്യമല്ലാതായി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എന്നോട് ദേഷ്യമായി. നിരന്തരം എന്നെ വഴക്ക് പറയാനും മറ്റു കാര്യങ്ങളും വേദനകളും ഒക്കെ എനിക്ക് സമ്മാനിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു എന്തായാലും വിവാഹമോചനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല, അതൊക്കെ വലിയ പ്രശ്നമായി തീരും. എനിക്ക് നീ തന്നെ ഭർത്താവായിട്ട് മതിയെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ മോളി, എങ്കിലും നീ ഊർജവും മറ്റു ചില നിർബന്ധങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് പറ്റില്ല, അടിമ മനോഭാവമുള്ളൊരു ഭർത്താവിനെയാണ് എനിക്കിഷ്ടം, അതൊന്നും മാറ്റാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, പക്ഷേ എനിക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു മാഡം. അതോടുകൂടി അവൾ പിന്നെയും എന്നെ ഓരോന്ന് പറയാൻ തുടങ്ങി. വില കുറച്ച് കാണുകയാണ്, ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ഇത്രയെങ്കിലും കൊള്ളാൻ തോന്നി, ഇതിപ്പോൾ ഒരു കാശിനും കൊള്ളില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഒന്നുമല്ല, എനിക്ക് വേണ്ടത് വേറെന്തൊക്കെയോ ആണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെയെങ്കിലും തേടിപ്പോകാൻ. ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട 1-2 പേരെ ഞാൻ സെലക്ട് ചെയ്യും, അതിന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാകില്ലെന്ന്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ അനുസരിക്കണമെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കി. അറിയാതെ ഞാൻ പറഞ്ഞു പോയി നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടുകാരോട് പറയുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഇനി വിശ്വസിച്ചാലും എനിക്കൊന്നുമില്ല, ഞാൻ ആരെയും മൈൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ആണത്തെന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വല്ലാത്ത കുഴപ്പങ്ങളാണ്, ഒരു കാച്ചിനും കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞു വരുത്തും, അതോടുകൂടി നിങ്ങളുടെ ഫ്യൂസ് പോകും എന്ന് പറഞ്ഞ് അവൾ എന്നെയും വെല്ലുവിളിച്ചു. എനിക്ക് മനസ്സിലായി
പെണ്ണുങ്ങൾ പറഞ്ഞതായിരിക്കും ആളുകൾ വിശ്വസിക്കുക, അതുകൊണ്ട് കൂടുതൽ തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ലെന്ന്. അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ ടച്ചൊന്നുമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. പിന്നീട് ഒരു ദിവസം അവളെന്നോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഒരാൾ വരും, അയാളായിരിക്കും ഇനി എൻ്റെ സന്തത സഹചാരി എന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മാഡം, 10-22 വയസ്സുള്ള ഒരു ചെക്കനാണ് രാത്രിയായപ്പോൾ വന്നത്. അവളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും അടിമയാകാനും എന്തും സഹിക്കാൻ മനസ്സുള്ളവനുമാണത്രേ ആ ചെക്കൻ. അതുമാത്രമല്ല 3 പേര് തമ്മിലുള്ള ചില വിക്രയകളിൽ താല്പര്യമുള്ള ആളാണവൻ. അങ്ങനെ എന്തൊക്കെയോ ഗ്രൂപ്പ് മറ്റോ ഉണ്ട്, അതിലംഗമാണ് എൻ്റെ ഭാര്യ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇവളെ കെട്ടിയിട്ടാൽ ഒതുങ്ങുന്ന ടൈപ്പല്ലെന്ന്. അതുമാത്രമല്ല അവളോട് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനും നാറും. പിന്നെ എല്ലാം കണ്ണടച്ച് അനുസരിക്കേ ഉള്ളൂ വഴിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. മാഡം, ആദ്യം എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് അവർ തമ്മിൽ ചില കാര്യങ്ങൾ കൈമാറിയത്. അത് കഴിഞ്ഞ ശേഷം അവൾ അവനെയും കൊണ്ട് അകത്തേക്ക് പോയി എൻ്റെ കൺമുന്നിൽ വെച്ച് മുറി അടയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഏകദേശം 2 മണിക്കൂറോളം ഞാൻ പുറത്തെ സോഫയിലിരിക്കേണ്ടി വന്നു. കാര്യം എനിക്ക് അകത്തേക്ക് പ്രവേശനമുണ്ടായില്ല, എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. വേറൊരു മുറിയുണ്ട്, അവിടെ പോയി കിടക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എങ്കിലും കിടക്കാൻ എനിക്ക് മടിയായിരുന്നു. അകത്തുള്ള ശബ്ദങ്ങളും അവളുടെ ആക്രോശങ്ങളും അവൻ്റെ വാചകങ്ങളുമൊക്കെ ഞാൻ അവ്യക്തമായിട്ട് കേട്ടു. എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവളുടെ സ്വഭാവം മാറുമെന്ന് ഞാൻ വിചാരിച്ചത്. സ്നേഹത്താൽ മാറ്റാൻ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ആ ചിക്കൻ മദ്യമോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അവന് ഒഴിച്ചു കൊടുക്കാൻ ഭാര്യ എന്നോട് ആജ്ഞാപിച്ചു. എനിക്കതുപോലെ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ ശേഷം അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്നെ എടാന്ന് വിളിച്ചിട്ട്, നീ ഇപ്പോൾ ഇവൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ നദീതടം ഒന്ന് സമ്പുഷ്ടമാക്കി തരണം എന്ന് പറഞ്ഞ് ഭാര്യ എന്നെ നിർബന്ധിച്ചു. എനിക്കാണെങ്കിൽ വല്ലാത്ത നാണമായിരുന്നു. എങ്കിലും അവൾ ഉച്ചയുയർത്തി കഴിഞ്ഞപ്പോഴേക്കും നദീതട സംസ്കാരം ഓർത്ത് ഞാൻ സംസ്കാരപൂർവ്വം പെരുമാറി. മാഡം, അതൊക്കെ കണ്ട് ആ ചെക്കൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൾ ഞങ്ങളെ 2 പേരെയും കൂടെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ 2 അടിമകളുമായിട്ട് നിങ്ങൾ ഇടം വലം നിൽക്കണമെന്ന് പറഞ്ഞ് വളരെ വിചിത്രമായിട്ട് പെരുമാറി. ആ ചെക്കനാണെങ്കിൽ എന്തും അനുസരിക്കുമായിരുന്നു. അവൾ എന്ത് പറഞ്ഞാലും അവന് പ്രശ്നമില്ല. എൻ്റെ ഭർത്താവിനേക്കാൾ ബെറ്ററാണ് നീ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് പറയും, ബോസിനെ അനുസരിക്കടാ എന്ന് പറഞ്ഞ് ഭാര്യ എന്നോട് ആജ്ഞാപിക്കും. മാഡം, അതേപോലെ ഞാനപ്പോൾ പെരുമാറിയില്ലെങ്കിൽ എനിക്കവിടെ ശിക്ഷകളുണ്ടായിരിക്കും. ഇതേപോലെയുള്ള പല പെണ്ണുങ്ങളുമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എൻ്റെ ഭാര്യ മാറിയെന്ന് അറിയുമ്പോൾ എനിക്ക് അന്നേരം ഒത്തിരി സംഭ്രമമുണ്ട്. പക്ഷേ എനിക്ക് അവളെ അനുസരിക്കാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാഡം, അവസാനം അവൾ അവൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവെന്ന് പറയുമ്പോൾ ഒരു കാശിനും കൊള്ളാത്തവനാണ്. അവന് ആദ്യമൊക്കെ ഊർജ്ജമുണ്ടായിരുന്നു, ഇപ്പോൾ ഊർജ്ജം കുറഞ്ഞതാണ്. അതിന് മോനെ നീ അവന് ശിക്ഷ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. ഭാര്യ തന്നെയാണ് നിർബന്ധിച്ച് ആ ചെക്കന് വേണ്ടി എൻ്റെ തലമുടിയിൽ പിടിച്ചത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ പ്രവൃത്തി ആ ചെക്കന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ ശേഷം ഭാര്യ തന്നെ കഴിവില്ലാത്ത ഇവന് വേറെ പല പൊസിഷനും നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ചെക്കനെ കൊണ്ട് തന്നെ എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവൾ എന്നിലേക്ക് അടിച്ചമർത്തി വെച്ചു. മാഡം, എനിക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും പെയിനുകളും ഒക്കെ സഹിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു പെണ്ണിൻ്റെ പൊസിഷനിലേക്ക് പോവുകയായിരുന്നു. അതെല്ലാം എൻ്റെ ഭാര്യ നിർബന്ധിച്ചപ്പോൾ ആ ചെക്കൻ ഒരു വിഘാതവുമില്ലാതെ മുന്നോട്ട് പോയി. എനിക്കവിടുന്ന് ഓടി രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ ഭാര്യയുടെ അടിമയായി മാറിയിരിക്കുന്നതുകൊണ്ട് അതും പറ്റിയില്ല. എൻ്റെ മനസ്സിൽ വടംവലിയായിരുന്നു. മാഡം, പിന്നീട് ആ ചെക്കൻ സ്ഥിരമായിട്ട് വരുമായിരുന്നു. ആ സമയത്തെല്ലാം അവൾ പറഞ്ഞതനുസരിച്ച് ആ ചെക്കൻ എൻ്റെ മേലും ചില പ്രത്യേക ടാസ്കുകൾ പ്രവർത്തിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നീട് അതിനും വഴങ്ങി. ഇപ്പോൾ ആ ചെക്കനെ വിട്ടിട്ട് വേറൊരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാഡം, അത് ആ ചെക്കനെ പോലുള്ള ഒരാളല്ല, വളരെ കരുത്തനായ 10-40 വയസ്സുള്ള ഒരു അജാനുബാഹുവായ ആളാണ്. അവൾക്ക് അയാളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മാഡം, എൻ്റെ കാര്യം അങ്ങനെയല്ല. അയാൾ എന്നിലുണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ അനുസരിച്ചില്ലെങ്കിൽ ഭാര്യയുടെ സൈഡിൽ നിന്നും വലിയ പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ വരുമ്പോൾ പറയുന്നത് അറിയാതെ ഞാൻ അനുസരിച്ച് പോകും. മാഡം, ഇപ്പോൾ
അയാളെ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിട്ട് തോന്നുന്നു. എങ്കിലും അവൾ പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാര്യ പറയുമ്പോൾ എനിക്കതെല്ലാം അനുസരിക്കേണ്ടിയും വരുന്നു. മാഡത്തിന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത്? എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലില്ല. എത്രയും പെട്ടെന്ന് മറുപടി തരണേ മാഡം എന്നാണ്. അപ്പം നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ ഒത്തിരി വട്ടം വായിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ അടിമയാകാൻ പോകുമ്പോൾ ആദ്യം സന്തോഷമുള്ളവരുണ്ട്, അവസാനം വരെ സന്തോഷമുള്ളവരുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇത് ശരിയല്ല എന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. അപ്പം നിങ്ങൾ ആദ്യം ഇഷ്ടപ്പെട്ട് അവരെ സ്വന്തമാക്കാൻ വേണ്ടി അടിമയായിട്ട് അങ്ങ് തീർന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ബന്ധത്തിൽ അടിമ ഉടമ മനോഭാവം ചേർന്ന് പോകുന്നതല്ലെന്ന്. രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിനെ മനോരോഗം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പാർട്ട്നേഴ്സിന് രണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തുമാകാം. പക്ഷേ ഇഷ്ടമില്ലാത്ത കാര്യം നിർബന്ധിക്കുമ്പോൾ അത് അനുസരിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കാണ് ആദ്യം ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. ഭാര്യ പറയുമ്പോൾ അടിമയാകുന്നു, ഓക്കെ. പക്ഷേ ഭാര്യ പറയുന്നത് എല്ലാം അങ്ങ് കേൾക്കുന്നു. നിങ്ങൾക്ക് മറ്റു പുരുഷന്മാരോട് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഭാര്യ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളിപ്പോൾ അവിടെ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. അവൾ പറഞ്ഞത് കേട്ട് മറ്റൊരു പുരുഷ പങ്കാളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ അനുഭവിക്കുന്നു. പുറമൊക്കെ പള്ളിപ്പുറമായില്ലേ? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഇതാണ് ലിമിറ്റ്. ഇവിടെ വെച്ച് നിർത്തുക. അവരെ അവരുടെ പാടിനെ പറഞ്ഞു വിടുക. ഒന്നുകിൽ രണ്ടുപേരും കൂടെ ചികിത്സിച്ച് മുന്നോട്ട് പോവുക, ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിനെ കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലും ടാറ്റ ചൊല്ലി പിരിയുക. അവരുടെ ഇഷ്ടത്തിന് നിൽക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്തിനാണ് സൗന്ദര്യം കണ്ട് നിങ്ങൾ പുറകെ പോകുന്നത്? അപ്പോൾ അതിന് കാര്യമില്ല. തീർന്നല്ലോ, മനസ്സിലായല്ലോ ഇത്രയ്ക്ക് ഉള്ളെന്ന്. അതുകൊണ്ട് രണ്ടുപേരും പ്രശ്നങ്ങളുണ്ടാകാതെ ഗുഡ് ബൈ ജോലി വേണമെങ്കിൽ പിരിയാം. അല്ലെങ്കിൽ രണ്ടുപേരും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ഇതല്ല ദാമ്പത്യം. ദാമ്പത്യം ഓക്കെയാണ്. ഈ ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ടുപേർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അതല്ലെങ്കിൽ അങ്ങനൊരു ദാമ്പത്യം ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങളിതിൽ നിന്ന് ഇപ്പോഴും തന്നെ രക്ഷപ്പെടുക. അതിന് നിങ്ങൾ തന്നെ കൗൺസിലിംഗ് എടുത്ത് ഭാര്യയോടുള്ള അടിമത്ത മനോഭാവം മാറ്റി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക, അവരെ അവരുടെ വഴിക്ക് വിടുക. അല്ലെങ്കിൽ രണ്ടുപേരും നന്നാകാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ പോയിട്ട് യാതൊരു കാര്യമില്ല. നാണമില്ലേ പറയാൻ ഭാര്യ പറയുന്നത് കേട്ടിട്ട് എല്ലാ വൃത്തികളും ചെയ്യുന്നതെന്ന്? അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയുകയോ ചെയ്ത് ധൈര്യത്തോടു കൂടി നിങ്ങളുടെ ജീവിതം തേടിപ്പോകുക. ഇത് ശാശ്വതമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.